ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെന്തോന്നും മൈൻക്രാഫ്റ്റ് തന്നെ. അപ്പോൾ എന്താ നമ്മുടെ സർവർ നമ്മളെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അനിയത്തി കളിക്കാറുള്ളതുകൊണ്ടാണ് ഈ സർവർ വന്നത്. ഓക്കെ, അപ്പം ഇന്നെല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആദ്യം എനിക്ക് അങ്ങനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും തരുന്നില്ല, നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ നിങ്ങൾ എല്ലാ വീഡിയോയും കാണാറുണ്ട്, പക്ഷേ ലൈക്കും ഷെയറും തരത്തില്ല. ഷോർട്സിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ ചാനൽ കയറി ചെക്ക് ചെയ്യത്തില്ല. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഇല്ലേ, സത്യം പറയില്ലേ ഉള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നമ്മളിവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ലോഡിങ് ഒക്കെ കയറിയിട്ടേ അങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊക്കെ ഇതെന്താ ഇത്ര ലോഡിങ് ആയി ഇത്ര ലേറ്റ്? നെറ്റ് ഓഫാക്കിയിട്ട് കേരള ലോഡിങ് ഏരിയയായിട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ വന്നിട്ടുണ്ട്. എന്താ ജനിച്ചപ്പോഴേ ചത്ത് കണ്ടോ ജനിച്ച്? എന്റെ സർവർ തന്നെയാണോ ഗൈസ്? അതാ മാറിപ്പോയോ? എൻ്റെ സർവറിൽ ഞാനൊരു വില്ലേജിൻ്റെ അകത്തായിരുന്നു. എൻ്റെ ഒരു ബെഡ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ആരുടെ കൈയും കൊണ്ട് ചത്തിട്ടില്ല. എന്തായാലും കുഴപ്പമില്ല, ഉണ്ടാക്കാവുന്നതല്ലോ സാധനങ്ങളൊക്കെ. ഉണ്ടാവും, കുഴപ്പമില്ല, നമുക്ക് പോവാം. ആ സ്ഥലത്തൊരു വില്ലേജ് ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. നമ്മളെ ചുറ്റുവട്ടത്ത് എന്തൊരു വില്ലേജ് എല്ലാം ഉണ്ടെങ്കിൽ പൊളിച്ച് അതുണ്ടായി നമ്മളെ വണ്ടി നമ്മുടെ ഈര അങ്ങോട്ട് വാങ്ങി നമ്മളെ ഊളും നമുക്കങ്ങനെ കണ്ടുപിടിച്ച് വരാം. ഷീപ്പ് ഇനി 2 കൂടി വേണം, എന്നാലേ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ സർവർ പെട്ടെന്ന് മാറിപ്പോയി, പെട്ടെന്നായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കളിച്ചു പോകുന്നുണ്ട്. പിന്നെ ഈ സ്റ്റക്ക് മൈൻഡ് ചെയ്യണ്ട. പിന്നെ നിങ്ങളൊന്ന് വിചാരിച്ച് നമുക്ക് ഈ സ്റ്റക്കൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞാൽ മരിക്കുമെന്ന് എന്നെ കൊണ്ട് വയ്ക്കുക. പക്ഷേ നിങ്ങൾക്ക് മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ കാണും ഗൈസ്. പിന്നെ പുറകിൽ വയ്ക്കുന്ന ടിവിയുടെ സൗണ്ടാണ്, അത് മെയിൻ്റെയ്യണ്ട. അധികം മരമൊന്നും കിട്ടുന്നില്ല ഗൈസ്. മരം ഞാൻ അവിടെ കുറേ കണ്ടതായിരുന്നു. പിന്നെ ഇതേപോലത്തെ സ്ഥലത്ത് വന്നിട്ട് വെട്ടിയിട്ട് കുറേ സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇപ്പം അങ്ങനെ എടുത്തത്. കണ്ടാൽ മനസ്സിലാവും. നാളിലോട്ട് നോക്കിയിട്ട് ഓരോ ഇരുന്നോളെടുക്കുകയാണ് ഗൈസ്. വേണ്ടേ? ഓക്കെ, പെട്ടെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 100 പെണ്ണിൻ്റെ രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്കങ്ങനെ അത് കൈ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഇത് ഇങ്ങോട്ട്, കുറച്ചിത് ഇങ്ങോട്ട്, ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഓക്കെ, നമുക്കങ്ങനെ വാള് പരിചയമൊക്കെ ഉണ്ടാക്കാനുള്ളതാണ്.
വാളുണ്ടാക്കാൻ എന്തുണ്ടാക്കാൻ നമുക്ക് കമ്പാണ് വേണ്ടത്. വടി റെഡിയാറട്ടെ. ഇതുണ്ട് നമ്മളപ്പോൾ 12 വടിയാണ് ഉണ്ടാക്കുന്നത്. ഒരു വാള്, ഒരിത്, ഒരു നമുക്ക് കിട്ടിയില്ല. ഇത് ഞാൻ അത്യാവശ്യം എടുക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ ഷീപ്പിനെ നമ്മളവിടെ കാണുന്നു. നമുക്ക് ആ ഷീപ്പിനെ തല്ലിക്കൊന്ന് അങ്ങ് എടുക്കാം. ഒരു പറ്റില്ലേ അങ്ങോട്ട് 2 കിട്ടിയിട്ടുണ്ട്. നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാതെയാണ് വന്നത്. അത് കുഴപ്പമില്ല കേസ്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതാണ്ടായിരിക്കുന്നു. നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് നമുക്കൊരു ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റും ഒരു വാളും പിന്നെ ഒരു പിക്കാക്സും നമ്മളുണ്ടാക്കി. പിക്കാക്സ് കിട്ടിയോ കണ്ടില്ലേ? പിക്കാക്സ് കിട്ടിയോ? പിക്കാക്സ് കിട്ടിയതാണ്. നമുക്ക് ഈ ബോളിൻ്റെ അവിടെ വേണ്ട, നമുക്ക് നമ്മൾ സമയമില്ല കേസ്. പെട്ടെന്ന് തന്നെ നമ്മൾ മറ്റേ ഇത് കണ്ടുപിടിക്കണം. അതിന് മുമ്പേ ക്രാഫ്റ്റ് ടേബിൾ എടുക്കാൻ മറക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ ക്രാഫ്റ്റ് ടേബിൾ ഇങ്ങനെ എടുത്തേക്കാം. ആവശ്യം ഒരു കേസ് പെട്ടെന്ന് നമുക്ക് ഓടാം. ചപ്പാണ് ഈ ടോപ്പിന് റിലയൻസ് 500 രൂപയ്ക്ക് എടുത്തതാ. എന്റെ ഡ്രസ്സിന് മൊത്തം ഒരു 2500 രൂപ കാണും. ഈ ഷൂന് 800 രൂപയുണ്ട്. ഞാനിത് പ്യൂമയുടെ ഷോറൂമിൽ നിന്ന് നേരിട്ട് പോയി എടുത്തതാ. ഇതിന് ഏകദേശം ഒരു 3500 രൂപ. ഈ വാച്ച് മീഷോന്ന് ഞാൻ 300 രൂപയ്ക്ക് എടുത്തതാ. ഇത് സ്മാർട്ട് വാച്ചാ. ഇത് ഞാൻ ഡയറി കൊണ്ട് വാങ്ങിയതാ. ഇതിനൊരു അറൗണ്ട് ഒരു 4000 രൂപ കാണും. ആവശ്യം ഒരു കോളൊക്കെ എന്റെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. ഞാൻ IT കമ്പനിയിലെ സോഫ്റ്റ്വെയർ മാനേജറാ. ഞാൻ എന്റെ വീട്ടിൽ മനസ്സിലായി. ഉണ്ടാക്കുന്നൊക്കെ അതുവഴി അങ്ങ് പോവാം. വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഓടിപ്പോയിട്ട് പെട്ടെന്ന് തന്നെ ഊരി ഇത് കണ്ടുപിടിക്കുക. ഭയങ്കരമായിട്ട് രാത്രിയാവാറായി. നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ കൊണ്ടേലും നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. എന്തായാലും നമ്മൾ ബെഡ് ഉണ്ടാക്കിയിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച കാര്യമാണ്. ബെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. ആരൊക്കെ വന്നാലും നമ്മൾ ബെഡ് ഉണ്ടാക്കിയിട്ടേ വൈൻഡപ്പ് ചെയ്യത്തുള്ളൂ. നമ്മളെ ഷീപ്പ് കണ്ടുപിടിച്ച് അതെന്തായാലും 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേനും വർത്തം ചെയ്യുള്ളൂ.
കയറി ചെയ്താണ്ട് അങ്ങോട്ട് അങ്ങേക്ക് ഇപ്പോൾ ഈ ബെഡ് നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബെഡ് മേക്ക് ചെയ്താൽ നിർത്തി കിടക്കുന്നതായിരിക്കും. അതെ, ഒരു സൂത്രം കാണിച്ചേ. അത്തിട്ടുണ്ട്. പെട്ടെന്ന് നടക്കാം. നമ്മളങ്ങനെ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കാനില്ല കേട്ടോ. വീഡിയോക്ക് ലൈക്കൊക്കെ അടിക്കണം, സബ്സ്ക്രൈബും ചെയ്യണം, പറ്റുമെങ്കിൽ ഷെയറും ചെയ്തു. തന്നെ അടിപൊളി വേണ്ടി പുറകെ വരുന്നേ. അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ കാണാം. നമ്മളപ്പോൾ ഒരു വലിയ ഓട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം ഗൈസ്.